മക്കളെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ വാല്യൂസ് കാണാതെ പഠിക്കാതെ നമുക്കിത് ഈ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം അല്ലേ? പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് കിടപ്പുണ്ട്. ആ ട്വിസ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അതായത് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ കോട്ട് ഇൻവേഴ്സിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. കാരണം കോട്ട് ഇൻവേഴ്സ് നമുക്കതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 മുതൽ പൈ വരെ എന്നറിയാം ഓപ്പൺ ഇൻ്റർവെല്ലിൽ. നമ്മൾ ഈ കോട്ട് ഇൻവേഴ്സ് മൈനസ് വന്നു കഴിഞ്ഞാൽ -x വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളതിനെ ടാൻ ഇൻവേഴ്സ് -1/x എന്ന് റെസിപ്രോക്കലാക്കിയിട്ട് എടുക്കാനായിട്ട് പാടില്ല. അതെടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 മുതൽ +π/2 വരെയാണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എങ്ങനെ ചെയ്യേണ്ടത്? ആ ഒരു ഇക്വേഷൻ കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π മൈനസ് കോട്ട് ഇൻവേഴ്സ് x എടുത്തുകൊണ്ട് ഈ വാല്യൂ പോസിറ്റീവ് ആക്കാം. എന്നിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കലേക്ക് മാറ്റിയ ശേഷം ചെയ്യാം. മറന്നു പോകരുത്. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഓർക്കാം, കോട്ട് ഇൻവേഴ്സ് -√3 എന്ന് പറയുമ്പോൾ π മൈനസ് കോട്ട് ഇൻവേഴ്സ് +√3. ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കലേക്ക് മാറ്റിയിട്ട് π മൈനസ് ടാൻ ഇൻവേഴ്സ് 1/√3 എടുക്കാം. ഇനി നിങ്ങൾ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എത്രയെന്നുള്ളത്. ഓക്കെ, യെസ്.